ഫാഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹൈയിലാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കേൾക്കുന്നതാണ് എൻവയോൺമെൻറ്റിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, പല കളേഴ്സിലും പല ഷെയ്ഡ്സിലും നമുക്ക് വരുമ്പോൾ ഇത് നമ്മളുടെ വാർഡ്രോബിൽ കൂടുതലാക്കുക എന്നുള്ളതല്ല. ഇത് നമ്മൾ എത്ര പ്രാവശ്യം അത് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാത്തതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ ഡ്രസ്സ് നമുക്ക് കളക്ഷൻ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞു പിന്നെ ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇതെല്ലാം നാച്ചുറലിക്ക് കടന്നു പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റിനെ തന്നെ നമ്മുടെ പല ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാരി ആണെങ്കിൽ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു. പഴയ സാരിയുടെ ജരി അതൊക്കെ എടുത്തിട്ട് വേറൊരു റീമേക്കിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നു. ചിലത് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യണം. ചിലത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. നമ്മൾ പറയും ഒരു 5 hours എന്ന് പറയും, ഒന്ന് റെഡ്യൂസ് ചെയ്യണം. നമ്മൾ പറയും അതിനെ കുറച്ച് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതിനെ റിപ്പയർ ചെയ്ത് വേറൊരു ഇതിലേക്ക് കൊണ്ടുവരണം, റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരണം. ഈ രീതിയിൽ ഇങ്ങനെ മാറ്റിയിട്ടാണ് നമുക്കിതിനെ കൊണ്ടുവരാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സുകളും സാധനങ്ങളും ഇപ്പോൾ അറിയില്ല, ത്രിഫ്റ്റിങ് ഇങ്ങനത്തെ രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ഒരുപാട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നൊരു രീതിയാണ്. ഈവൻ ഇപ്പോൾ നമ്മുടേതായ ഒരു ഡിസൈൻ അടക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഡെനീമിൻ്റെയൊക്കെ എടുക്കുക. ഇപ്പോൾ ജീൻസ് നമുക്കറിയാം, ജീൻസ് കുറേ കാലം അത് ഭയങ്കര കുറേ വാങ്ങേണ്ട ആവശ്യമില്ല. സി ദാറ്റ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആവാം. ഈ ജീൻസിലാണ് നമുക്ക് നമ്മുടേതായൊരു മോഡൽ ഉണ്ടാക്കി. അപ്പോൾ നമ്മളൊരു റോജ് ഇതിലെടുക്കണം. അതിൽ നമ്മുടേതായ ഒരു ഡിസൈൻ ആക്കിയിട്ട് എങ്ങനെ എടുക്കുന്നത്, അത് ചിലപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടാവില്ല. കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത്. അതങ്ങനെ യൂസ് ചെയ്ത് പിന്നീട് അതിനെ വാഷ് ചെയ്യണം. ആ വാഷ് ചെയ്യുന്ന ആ രീതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഉപയോഗിച്ചിരുന്നു, ഞാൻ എവിടെയൊക്കെ പോയിരുന്നു, അതനുസരിച്ചിട്ട് അതിൻ്റെ പാറ്റേൺസ് ഉണ്ടാവും, മടക്കുകളും കാര്യങ്ങളിലും. അതിലൊരു ഡിസൈൻ അവിടെ വരുന്നുണ്ട്. അതെൻ്റെ എൻ്റെ ഡിസൈനാണ്, ഞാൻ ഉപയോഗിച്ചെടുത്തൊരു ഡിസൈനാണ്. അപ്പോൾ ചില അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടി ആൾക്കാർ ശ്രദ്ധിച്ച്, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും സാധനങ്ങളും നമ്മൾ എപ്പോഴും നമ്മുടെ റൂമിൽ നോക്കണം. ഈ മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ, ഇത് വേണോ, അങ്ങനെ അല്ലെങ്കിൽ എനിക്കതെന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ പണ്ട് കാലത്ത് ഈ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ജോലിക്കാർക്ക് കൊടുക്കണു, അവർക്ക് കൊടുക്കണു, ഡ്രസ്സ് കൊടുക്കണു, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡ്രസ്സ് നല്ല വൃത്തിയായിട്ട് നീറ്റാണെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുകളെ കൊടുക്കുന്നുള്ളൂ, ആ രീതിയിലുള്ളത്. ഇപ്പോൾ ഒരു വലിയ കല്യാണത്തിന് നല്ലൊരു പട്ടുസാരി നമ്മൾ വാങ്ങിച്ചു, അത് പിന്നെ ഉടുക്കുന്നില്ല. അത് പിന്നെ ഇപ്പം ഞാൻ കാണാറുണ്ട് പലപ്പോഴും കല്യാണങ്ങൾക്ക് ഇപ്പോൾ നല്ല ഹെവി വർക്കൊക്കെ ഉള്ള ഗൗണും കാര്യങ്ങളും ബ്ലൗസും ഇതൊക്കെ ഇടും. കഴിഞ്ഞാൽ കുട്ടിയാവും, അതിനെ പിടിച്ചിരിക്കുമ്പോൾ അതിന് മേല് കൊള്ളണോ, അത് പറിച്ചെടുക്കണോ, ഇത് പറഞ്ഞ് ലഹളയോ, ഇത് എടുക്കാൻ പറ്റുന്നില്ല, ഇടാൻ പറ്റുന്നില്ല നിൽക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒരു കേടും ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ച ശേഷം തിരിച്ച് ഏതെങ്കിലും ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ട്, അവിടേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഷോറൂമുകളുണ്ട്, അങ്ങനെ കൊടുക്കും. അപ്പോൾ അത് പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ആൾക്കും കൂടി ഒരു അവസരം കിട്ടുകയാണ്, അതിനെ ഒന്നും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നു. അതേമാതിരി തന്നെയാണ് ഈ നമ്മളുടെ നാച്ചുറിനോട് ചേരുന്ന ഐറ്റംസ് നമ്മൾ കുറച്ചും കൂടി ഖാദി, ഈ പറഞ്ഞ നമ്മൾ പറയില്ലേ ലിനൻ, അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി കൊണ്ടുവരാം. അതിനെ തന്നെ പല രീതിയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുള്ള വാർഡ്രോബിൽ അതിനെ എനിക്ക് അത്രയും ഇഷ്ടമായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതിനെ എനിക്ക് ഇനി യൂസ് ചെയ്യണം, അതിനെനിക്ക് ഏതൊക്കെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഏറ്റവും മാക്സിമം അതിനെ യൂസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെ കുറേ നമ്മൾ വാങ്ങുന്നതിലല്ല കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഷോപ്സ് വരുന്നതും കുറേ കാര്യങ്ങൾ വരുന്നതും ഇവിടെയുള്ള സാധനങ്ങളെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും കുറച്ചും കൂടി നമുക്ക് ഐഡിയാസ് വേണം. എന്നാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ എൻവയോൺമെൻറ്റിനെ ബാധിക്കും, പല രീതിയിലും അത് ബാധിക്കും. കാരണം ഇതെല്ലാം കൊണ്ടുപോയി എവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കളയും. ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞ മാതിരി ഇല്ലല്ലോ, എല്ലാം നമ്മൾ നാച്ചുറലിലേക്കാണ് കൊടുക്കുന്നത്. നമ്മളുടെ ഇതിലുള്ളത് വേണ്ട, നമുക്ക് എവിടെ കൊണ്ട് കളയണം. ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് നമ്മളൊക്കെ തന്നെയാണ് അനുഭവിക്കാൻ പോവുക. അപ്പോൾ നമ്മളെപ്പോഴും തിങ്ക് ചെയ്യാം കുറച്ചും കൂടി. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ഇട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് നശിച്ചു പോകുന്ന സാധനങ്ങളാണെങ്കിലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ പോവാം, അത് പോവില്ല, നശിച്ചു. എന്നാൽ നശിച്ചു പോകാത്ത ചിലത് നമ്മൾ ഭയങ്കര ക്വാളിറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് തോന്നുന്നത്. കാരണം അത് ചിന്തിക്കണം. ഇനിയുള്ള ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സം റെസ്പോൺസിബിലിറ്റി, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഇത് കൊണ്ടുവരണം, എന്തുകൊണ്ട് എന്ന്. അതേമാതിരി തന്നെ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട്.
കൊണ്ടുവരുന്ന ആളുകൾക്ക്. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നു, എൻ്റെ ഡിസൈൻ ഏറ്റവും ബെസ്റ്റാണ് എന്നുള്ളൊരു ഐഡിയ ഓരോ ആളുകൾക്കും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. മനസ്സിലായി? നമ്മളുടെയൊക്കെ മൈൻഡിൽ നമുക്കൊരു ഡിസൈൻ ഉണ്ട്, ആ ഡിസൈനെ നമ്മൾ കൊണ്ടുവരാൻ സാധിക്കണം. അത് ഓരോ സൊസൈറ്റിയിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ടാണ്, നമ്മൾ നേരത്തെ ഞാൻ പല ഇതിലും പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത്? ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ബിക്കോസ് ഞാൻ അവിടെ കൊടുക്കുന്ന സാധനങ്ങളെക്കുറിച്ച് എനിക്കൊരു അവയർനെസ് വേണം, അല്ലെങ്കിൽ ഞാൻ എന്തിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരണം. ഓരോ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രായം, അല്ലെങ്കിൽ ഒരു ഏജ്, ഒരു ഡിസൈൻ, ഒരു മെറ്റീരിയൽ, അങ്ങനെ ഓരോന്നിൻ്റെയും അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അല്ലാത്ത ഇങ്ങനെ ഒരുപാട് പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവാം പല കാര്യങ്ങളിലേക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രോപ്പർ പ്ലാനിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ പറയില്ലേ ബാഡ് ആൻഡ് ഗുഡ്, ഈ രണ്ട് ബോത്ത് സൈഡ്സ് നമ്മളൊന്ന് ജസ്റ്റ് അനലൈസ്. അവിടെ ഒരു ബാഡ് സൈഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, അവിടെ നിന്നാലും എന്തൊക്കെ ലെസൺസ് എനിക്ക് കിട്ടണോ അതിനെ എനിക്ക് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ പെട്ടെന്ന് വീക്കായി പോകാതെ നമുക്കുള്ളൊരു സ്പേസ് ഉണ്ട്, ഞാനതിലേക്ക് കൊണ്ടുവരുമെന്നൊരു ഹാർഡ് വർക്ക് ചെയ്യണം ഇനിയുള്ളൊരു ആൾക്കാർ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ സസ്റ്റൈനബിൾ ഫാഷൻ്റെ ആ ഒരു വാക്ക് മതി. എന്താണോ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്തായി, അവിടെ വലിയൊരു ഇതായി. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ ഉണ്ട് നമ്മളെക്കുറിച്ച്, നമ്മുടെ പ്രൊഡക്റ്റിന്, അത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ച് കുറച്ചും കൂടി നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി അത് ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.